ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ, അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് ഒരു ബാംഗ്ലൂർ വരെ പോവുകയാണ്. മോൻക്കുള്ള കോളേജ് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നൊരു 6:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും ഉപ്പയും ഹസ്ബൻഡിൻ്റെ ഉപ്പയാണ്. ഉപ്പയുണ്ടായിരുന്നു, പിന്നെ മോനും മോളും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതാ ഇങ്ങനെ ബന്ദിപ്പൂർ എത്തി അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടപ്പം നല്ല ഭംഗി തോന്നി. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇടയിൽ ആനയും മാന് അതുപോലെ മയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ രാവിലെ സമയമായപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു. വെയിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വല്ലാതെ കാണാൻ പറ്റില്ല. ഇതിനൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ക്യാമറ ഒക്കെ ഒന്ന് ഓണാക്കി വരുമ്പോഴേക്കും കുറേ ഫ്രണ്ടിലെത്തിയിട്ടുണ്ടാവും വണ്ടി. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും കുറേശ്ശൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി തുറപ്പള്ളി എത്തിയ സമയത്ത് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാതെയൊന്നും വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗുളികയൊക്കെ കുടിക്കാനുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് പിന്നെയാണ് ഈ പോകുന്നത് കേട്ടോ. പിന്നെ എന്താ ഗുണ്ടൽപേട്ട് എത്തിയെന്ന് തോന്നുന്നുണ്ട്. അവിടെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ പോകുന്നതൊരു ഏജൻസി വഴിയായിട്ടാണ് കേട്ടോ. അവരാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ പിന്നെ വണ്ടി എടുത്ത് പോകുന്നതല്ല, അവരാണ് എല്ലാ ചിലവും. നമ്മളവിടെ കൊണ്ടുവരുന്ന എല്ലാ ചിലവും നമ്മൾ അവരുടെ കൂടെ വെറുതെ ഒന്ന് പോയാൽ മാത്രം മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോളേജ് വിസിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2 കോളേജ് വിസിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ കോളേജിൽ എത്തിക്കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് സമയമായി. പിന്നെ വേറൊരു കോളേജിൽ പോയി നോക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 4:30 അങ്ങനെന്തോ ആയി. പിന്നെ വേറെ കോളേജൊന്നും പോയി നോക്കാനും ഒന്നും ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കോളേജ് മാത്രമേ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മൈസൂർ എത്തിയപ്പോൾ അവരുടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒന്ന് കയറി. അവിടെ ആരെയോ കാണണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ കയറിയതാണ്. അവിടെ നിന്ന് കയറി അപ്പോൾ മോൻ ഏതാ കോഴ്സ് എടുക്കുന്നതെന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കോളേജാണ്, അവനെടുക്കുന്ന കോഴ്സിന് നല്ല കോളേജ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെയും പോയി. പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ ചാർജ് കുറവായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തുന്നവരെ നമുക്ക് ഫോണിൽ ചാർജും വേണമല്ലോ. അപ്പോൾ കോളേജൊക്കെ ഒന്ന് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, ഹസ്ബൻഡിനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഹൈവേ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലൂടെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവർ 2 പേര്, ഡ്രൈവറും പിന്നെ നമ്മളെ ഈ കൊണ്ടുപോകുന്ന ആളും ഫ്രണ്ടിലിരിക്കല്ലേ. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്ന കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ ബാംഗ്ലൂർ സിറ്റി ടച്ച് ചെയ്യാതെ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. മൈസൂരാണെങ്കിലും അങ്ങനെ തന്നെ സിറ്റി ടച്ച് ചെയ്യാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി.
പറഞ്ഞില്ലേ ഒരു 12:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവിടെ ഉള്ള ആൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തൊന്നും കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ പുറത്ത് നിന്ന് തന്നെ അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. കോളേജിൻ്റെ ചുറ്റുഭാഗവും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഓഫീസിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെയാണ് നമ്മൾ ഫോമും കാര്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങളിത് ആ ഹോസ്റ്റൽ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഹോസ്റ്റൽ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതാ ഹോസ്റ്റലിൻ്റെ അകത്ത് ഇത് 6 ആൾ അങ്ങനെ എന്തോ താമസിക്കുന്ന റൂമാണ് കേട്ടോ. 6 പേര് താമസിക്കുന്ന റൂമാണ്. കബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ റൂം എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഹോസ്റ്റൽ ഫീസ് കുറഞ്ഞ് കിട്ടും. അത് സിംഗിൾ റൂം വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ഡബിൾ ഉണ്ട്. 4 പേർക്ക് 6 പേർക്ക് 8 പേർക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ റൂമുള്ളത് ഹോസ്റ്റൽ. പിന്നെ എന്താ അവർക്ക് തുണികളൊക്കെ അലക്കാനായിട്ട് മെഷീന് ഇവിടെ അതാ ഉണങ്ങാനിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അവർക്കുള്ള പഠിക്കാനുള്ള ഹാളാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലുള്ളത് അവർക്ക് പഠിക്കാനിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാള്. സെക്കൻഡ് ഫ്ലോറിലാണ് അവർക്ക് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വേണമെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അതൊരു കിച്ചനാണ്. അത് ഇനി അവർക്ക് വൈകിട്ട് എന്തെങ്കിലും കോഫിയോ ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കിച്ചനാണ്. അതിനവിടെ അവർ ഇൻഡക്ഷനും ഒക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ വേണ്ടത് ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിക്കാം. അതിനുള്ള കിച്ചനാണ് കേട്ടോ അത്. അതെല്ലാ ദിവസവും വൈകിട്ട് അവർക്ക് തുറന്നു കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ചെറുതായിട്ടൊരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഹോസ്റ്റലെല്ലാം കണ്ട് ഞങ്ങളത് പിന്നെ പോവാണ്. ഹർഷ എന്നാണ് കേട്ടോ കോളേജിൻ്റെ പേര്. അത് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെയും 10-20 കിലോമീറ്റർ ഉള്ളിൽ പോകണം. ഒരു ഗ്രാമത്തിലൊക്കെ പോയ പോലെയാണുള്ളത്. പിന്നെ PG ഉണ്ട് കേട്ടോ ഇവർക്ക്, ഹോസ്റ്റലല്ലാതെ പുറത്ത്. അങ്ങനെ PGയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ കോളേജിൻ്റെ തന്നെ ബസ്സുണ്ട്. ബസ്സിൽ കൊണ്ടുപോയി അവരെ അവിടെ വിട്ട് പിന്നെ കോളേജിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ തന്നെ അവർ തിരിച്ച് കൊടുന്നു വിടും. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ കയറിയതാണ് കേട്ടോ. ഫുഡെല്ലാം കഴിച്ച്